നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിരേചനം എന്ന് പറയുന്ന പഞ്ചകർമ്മ ശോധന ചികിത്സയെക്കുറിച്ചാണ്. വിരേചനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ദുഷ്ടികളുണ്ടോ അതെല്ലാം നമ്മൾ ഒരുമിച്ച് കോഷ്ഠത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അത് പിന്നീട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു രീതിയാണ്. ഇത് ആയുർവേദപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പിത്ത രക്തപ്രധാനമായിട്ടുള്ള രോഗങ്ങളിലാണ് നമ്മൾ ഈ ചികിത്സാ രീതി കൂടുതലും പ്രയോഗിക്കാറ്. രോഗലക്ഷണങ്ങൾ കണക്കിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഡിസീസ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ലിവർ ഡിസോർഡേഴ്സ്, ഇതിനൊക്കെയാണ് കൂടുതലും നമുക്ക് വിരേചനം സഹായകമാകുന്നത്. വിരേചനം ചെയ്യുമ്പോൾ നമ്മൾ വിരേചനം ചെയ്യുന്ന ദിവസത്തിന് മുന്നേ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു രീതിയുണ്ട്. ചില രോഗികൾ നമ്മളടുത്ത് വന്നിട്ട് നിത്യമായിട്ട് അവർ വിരേചനം സ്വയമേവ പ്രയോഗിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അതായത് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഒരു സ്വന്തം ഇഷ്ടത്തിന് വന്നിട്ട് വിരേചനം ചെയ്യുന്ന ഒരു രീതി. ചിലർ ഡെയിലി ചെയ്യുന്നവരുണ്ടാവാം, ചിലർ വീക്കിലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഒട്ടും അഡ്വൈസബിൾ അല്ല. അത് ഓരോ രോഗത്തിനനുസരിച്ച് ആയിട്ടാണ് നമ്മൾ മരുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും. രോഗിക്ക് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതിന് ആ വിരേചനം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് സ്യൂട്ടബിൾ ആണോ നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യാവൂ. വിരേചനം ചെയ്യാൻ പാടില്ലാത്ത ഒരു സെറ്റ് ഓഫ് കാറ്റഗറി പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ പനിയുള്ള കണ്ടീഷനിൽ നമ്മൾ വിരേചനം കൊടുക്കില്ല. ഡയേറിയ, ബ്ലീഡിങ് ഡിസോർഡർ, ഇതുപോലുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ഒന്നും വിരേചനം ചെയ്യാൻ അഡ്വൈസബിൾ അല്ല. അപ്പോൾ നിങ്ങളെപ്പോഴും വിരേചനം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, നമുക്കൊരു ഫുൾ ബോഡി ക്ലെൻസിങ് ആയിട്ട് കിട്ടും. പക്ഷേ അതെപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തതിന് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.